നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ സുമതി കൊള്ളാനെ പറ്റിയുള്ള ഒരുപാട് കഥകൾ അറിയായിരിക്കും. നമ്മള് പ്രത്യേകിച്ച് സുമതി കൊള്ളാനെ പറ്റി പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ചെറുതായിട്ട് നമ്മൾ ആ എന്താണ് കഥ എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. ചെറുതായി ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാം. ഇവ ഇത്ര നേരം അതിനെ പറ്റി റിസർച്ച് ചെയ്യായിരുന്നു. അപ്പൊ അവൻ തന്നെ പറഞ്ഞു കൊടുക്കണം. അതായത് നമ്മളിപ്പം നേരെ സുമതി വളവിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സുമതി വളവെന്ന് പറയുന്നത് ഇപ്പൊ ആരെ കൊണ്ട് ഞാനുണ്ട്, വിഷ്ണു ഉണ്ട്. വിഷ്ണുവിന്റെ അനിയനാണ്. ഇതെന്റെ അനിയനാണ്, വൈശാഖ് എന്നാണ് പേര്. പിന്നെ നമ്മളെ ഇതെന്റെ സുഹൃത്താണ് ചങ്ക് അഖിലേഷ് ബ്രോയാണത്. ഗാഡി ഉണ്ടോടാ? ഒരു പേടിയില്ല. നിനക്ക് പേടിയുണ്ടോ? എന്റെ അനിയനെ കണക്ക് നിന്നോളൂ നീ കേട്ടല്ല. നിനക്കാടാശിക്ക് പേടിയുണ്ടോ? നിങ്ങളെ പേടിക്കണ്ട, നിങ്ങളെ ഫ്രണ്ടിൽ ഞാൻ ഉണ്ട് കേട്ടാ. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമതി വളവ്, അതായത് സുമതിയുടെ കഥയെ കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. സുമതിനെ ആ വളവിലിട്ടാണ് അവരെ കൊല്ലുന്നത്. കഴുത്ത് അറുത്താണ് സുമതിയെ കൊല്ലുന്നത്. സുമതി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ്. സുമതിയുടെ അമ്മ ഒരു അരിക്കച്ചവടക്കാരി ആയിരുന്നു. അപ്പോഴേ സുമതി എന്ന് പറയുന്ന ഈ താണു എന്ന് പറയുന്ന അവിടെ ഒരു പണക്കാരൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ വീട്ടിലാണ് സുമതി ജോലിക്ക് നിന്നിരുന്നത്. അയാൾക്കൊരു മകനുണ്ട്, രത്നലാൽ എന്ന് പറയില്ല, രക്തല എന്തോ എങ്ങനെ ഇതൊരു ഗോസ്റ്റ് വീഡിയോ, കോമഡി. ഓക്കെ, എന്താണ് പേരെന്താ? ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഞാൻ പറഞ്ഞു, ഇതിലിപ്പോ സംഭവം ഒരുപാടൊന്നുമില്ല. എല്ലാവർക്കും സുമതി പറ്റി അറിയാം. സുമതി വളരെ പറ്റി കാണാത്ത ആരുമില്ല കേരളത്തിൽ. ഈ ഷോർട്ട് ആയിട്ട് പറഞ്ഞ ഇത്രേ ഉള്ളൂ. സുമതി എന്ന് പറഞ്ഞ സ്ത്രീയെ അന്ന് അപ്പം ആ ആളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. ആര്? രത്നാകരനുമായിട്ട് സുമതി സ്നേഹത്തിലായിരുന്നു. അങ്ങനെ സുമതി കുറെ നാൾ കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയി. അപ്പം സുമതിനെ അതായത് എന്താ പറയാ നൈസായിട്ട് ഈ രത്നാകരൻ അങ്ങ് ഒഴിവാക്കാൻ നോക്കി. അത് സുമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ നിരന്തരം സുമതി ഈ രത്നാകരനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ടൈമിലാണ് അവര് പ്ലാൻഡ് ആയിട്ട് അവരെ എന്താ പറയാ സുമതിനെ കൊണ്ടുവന്ന് അവിടെ നിന്ന് കഴുത്തറുത്ത് കൊല്ലുമായിരുന്നു. അതാണ് സുമതിയുടെ കഥ. ഇല്ലേടാ? അതായത് അഖിലേഷ് ബ്രോ പാലോടാണ് സ്ഥലം. അഖിലേഷിന്റെ അമ്മയുടെ സ്ഥലം പാലോടാണ്, അച്ഛന്റെ സ്ഥലം കടനംകുളത്താണ്. അതുകൊണ്ട് അവൻ ഇതൊന്നും വലിയ സീനൊന്നുമില്ല. അവൻ പറഞ്ഞപ്പോ തന്നെ അവൻ പറയുന്നത് അവനറിയത്തില്ല. നമ്മള് ഈ സംഭവം നമുക്ക് പേടിയുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടി എന്ന് പറഞ്ഞ സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു മതാടിസ്ഥാനത്തിലോ ദൈവാടിസ്ഥാനത്തിലോ വരുന്ന സംഭവം അല്ല. ഇതൊരു ഒരു എവല്യൂഷന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. ഈ സാധനം നമ്മുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടായിരിക്കും. ഇപ്പൊ തന്നെ കാട് കയറി തുടങ്ങി. അതായത് ഇപ്പൊ തന്നെ ഒരുപാട് ആയ കേസ്. അതായത് പേടിക്കണം വേണ്ട, നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാൻ എന്തിനും നിങ്ങളുടെ കൂടെ മുന്നിലുണ്ടാവും. നിങ്ങളെ ഇനി അഥവാ വരികയാണെങ്കിൽ തന്നെ സുമതി എന്നെ നിങ്ങൾ ചെയ്യൂ. അതുപോലെ അല്ല ഞാൻ എടാ നീ അതല്ല പോയി വാങ്ങിച്ച കൊന്ത അതല്ല അനിയനാണ് ഞാൻ. ഇറങ്ങണ വരെ കൊന്തയില്ലായിരുന്നു, ഇറങ്ങിയപ്പോ കൊന്ത. അതല്ല സംഭവം. ഞാൻ അങ്ങനെയല്ല. എപ്പോഴും എനിക്ക് കഴുത്തില് ഞാൻ ഒരു മാല ഇടും. അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത ഒരു കൊന്ത ഇടണമെന്നുള്ള കണ്ടില്ല. അല്ല അപ്പൊ ഇനി എന്തായാലും നമുക്ക് വിഷ്വല് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. നമ്മള് സുമതി പോയിട്ട് സാധാരണ ഇപ്പൊ എല്ലാരും ചോദിക്കും സുമതി വളവിൽ എന്താണ് പ്രത്യേകതയെന്ന്. എല്ലാരും കാണുന്ന സ്ഥലമാണ്, അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും ഇല്ല. പക്ഷെ നമ്മൾ പോകണതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ കാണിച്ചു തന്നായിരിക്കും. ഇപ്പൊ എന്തായാലും നമ്മളിപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം പോത്തങ്കോട് നമ്മൾ സുമതി വളവിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പൊ നമ്മളിതാ സുമതി വളവിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും എത്തി. ഈ വളവാണ്, നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ എത്തി. ഇവിടെ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉണ്ട്, അത് പാസ് ചെയ്ത് നമ്മളിപ്പോ അതിന്റെ ഫ്രണ്ടിൽ എത്തി. അപ്പൊ നമ്മളിപ്പോ അവിടെ വെളിയിൽ ഇറങ്ങും. സുമതി വളവിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് ഇനി നമ്മൾ വെളിയിൽ ഇറങ്ങാൻ പോവാണ്. അവിടെ എത്തിയിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോണെന്നുള്ളതാണ് നിങ്ങൾക്കെല്ലാം നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇത്രയും നാളും ആരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് വിശ്വാസം. ഇല്ലാടോ വിഷ്ണു? ചെയ്തിട്ടില്ല എന്നാണ് നമ്മളൊക്കെ വിശ്വാസം. നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഈ കയ്യിലെ സാധനം കഴിച്ചു. ഒരു ചെറിയ മെഴുകുതിരിയുണ്ട്. പിന്നെ ഇത് ഓജോ ബോർഡാണ്. നമ്മളവിടെ ഇറങ്ങി ഓജോ ബോർഡ് കളിക്കാൻ പോയത്. പേടിയുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായി പേടി. ഇവന് പേടിയൊന്നും കാണാൻ സാധ്യതയില്ല. കാര്യം അവ ഇവിടെ ഉള്ളതായതുകൊണ്ട് അവന് പേടിയൊന്നും ഇല്ല.
പക്ഷെ അവന്റെ ഉള്ളിൽ നല്ല ഭയമുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഇറങ്ങി എത്തി, ഇവിടെ എത്തി. ഇവിടെ നല്ല ഇരുട്ടും പിന്നെ കട്ടർ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വരാനൊക്കെ പ്ലാനിങ് ഉണ്ടെന്ന് ഈ പാതിരാത്രി വരാത്തത് നല്ലത് കേട്ടോ. ഭയങ്കര കട്ടർ, പിന്നെ പയ്യന്മാരുമായിട്ടൊക്കെ വരുന്നത് നല്ലത്. പിന്നെ ഇവിടെ കുറെ സാമൂഹിക ബിരുദന്മാരുടെ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 3-4 പേരായിട്ട് വന്നത്. പിന്നെ മാത്രമല്ല, ഈ ഓജാപാട് എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും സിംഗിൾ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. നമ്മള് വെളിയിലോട്ട് ഇറങ്ങിയാണ്. പൊന്നെ ഇവിടെ ഭയങ്കര ഇരുട്ടാണ് കേട്ടാ. ഇരുട്ടെന്ന് പറഞ്ഞാൽ കൂരി ഇരുട്ടാണ്, നല്ല മഴയുണ്ട്. ഇതാണ് ഗൈസ് സുമതി വളവ്. നമ്മള് കറക്റ്റ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇരുട്ടാണ്ട് കാണാൻ പറ്റില്ല, നമ്മള് അവിടെയാണ് നിൽക്കുന്നത്. സംഭവം ഇതാണ് വളവ്. ഇവിടെയാണ് സുമതിയുടെ മൃതദേഹം കിട്ടിയതാണ്. ഇവിടെ വെച്ചാണ് കിട്ടിയെന്നാണ് പറയുന്നത്. ഇതാണ് ആ വളവ്, നമ്മൾ നിൽക്കുന്ന ഈ ഭാഗമാണ് ഈ വളവ്. കണ്ടി കാണുന്ന നമ്മളീ പുറകില് കാണുന്നതാണ് ആ വളവ്. നമ്മള് സമയം വേസ്റ്റ് ചെയ്തില്ല, കാര്യം ഇവിടെ നല്ല ചെറിയായിട്ട് മഴയും പൊടിയുന്നുണ്ട്. പിന്നെ ഒരുപാട് സമയം ഇവിടെ നിൽക്കാനും പറ്റില്ല, കാര്യം അങ്ങനെ കുറച്ച് സീനൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് നമ്മളിപ്പോ തന്നെ ഇവിടെ വന്ന് കളിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ എന്തായാലും നമ്മള് ഓജോ ബോർഡ് എല്ലാം എടുത്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഓജാ ബോർഡ് ട്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടാ. അപ്പൊ ഇതൊന്നും ഇതുവരെ നല്ല ഹൊറർ ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ഹൊറർ ഫീലിംഗ് പെയ്യുന്നുണ്ട് കേട്ടാ. നമ്മള് പെട്ടെന്ന് ചെയ്യണം, കാരണം നല്ല മഴയുണ്ട്. പക്ഷെ നല്ല ഹൊറർ ഫീലിംഗ് ഉണ്ട് ഇവിടെ. നമ്മുടെ ഓജോ ബോർഡ് ഇവൻ നിരത്തി വെക്കുകയാണ്. ഇപ്പൊ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരുപാട് സമയമൊന്നും വെച്ചില്ല, കാരണം നല്ല മഴ കൂടിയുന്നുണ്ട്, അത് കാരണമാണ്. അയ്യോ ഇവിടെ കാണാനായിട്ടെ ഭയങ്കര ഭീകരതയുണ്ട്. രാത്രി ഈ കഥയും കൂടെ ഉള്ള കാരണമേ നമുക്ക് ഉള്ളിലൊരു പേടിയുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങിയ സംഭവം നമ്മുടെ ഓജോ ബോർഡ് നമ്മൾ ഇവിടെ തറയിൽ വെച്ചേക്കുന്നു കേട്ടോ. അതായിരിക്കുന്ന സെക്കൻഡ്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് സുമതിയെ വിളിക്കാൻ പോവാണ്. ആ ലൈറ്റും കൊണ്ട് അടിച്ചാൽ ഞങ്ങൾ 4 പേരും നമ്മൾ 4 പേരോട് ഒരുമിച്ചാണ് കളിക്കുന്നത്. 4 പേരോട് ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ആരും ഇതൊന്നും വന്ന് ഒറ്റയ്ക്കൊന്നും വന്ന് പരീക്ഷ കളയരുത്. ഇങ്ങോട്ട് കയറുന്ന തന്നെ ഭയങ്കര റിസ്ക് ആണ്. നമ്മളിങ്ങോട്ട് എന്തോ പന്നിയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്, അത് ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. ആരും ഒന്നും ചെയ്യരുത് കേട്ടോ, ഒറ്റയ്ക്കൊന്നും റിസ്ക് ആണ്. നമുക്ക് വിശ്വാസവും പേടിയും ഉള്ളവരൊക്കെ മനസ്സിൽ കുറച്ച് ഒരു ഇതുണ്ടാവും. നിങ്ങൾക്ക് ഇവര് ഇരിക്കുന്നവരെല്ലാരും വിശ്വാസികളാണ് കേട്ടോ, വിശ്വാസം ഇല്ലാത്തവരില്ലാരും. അപ്പൊ ഇത് നമ്മൾ റിസ്ക് എടുത്താണ് ചെയ്യുന്നത്. എന്നാലും നിങ്ങൾ ആരും പരീക്ഷിക്കാനൊന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്യൂല, പക്ഷെ നമ്മളിത് ചെയ്യും. അതാണ് നമ്മൾ. ശരി, ഇത് കോയിൻ ഉണ്ടെങ്കിൽ ഇതൊരു കോയിൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 4 മൂല ഹിന്ദി പ്രധാനം. അതായത് കറക്റ്റ് സുമതിയെ കൊന്നിട്ട വളവെന്ന് കറക്റ്റ് ഇവിടെയാണ് മൃതദേഹം കിട്ടിയത്. സുമതിയുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവിടെ വെച്ചാണ് ഞങ്ങൾ ഓജാ ബോർഡ് നമ്മൾ ഗെയിം പ്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങള് എല്ലാരും കളി സുമതി പറഞ്ഞെന്ന് നോക്കാം. ചില്ലറക്ക് ദാരിദ്ര്യം 5 രൂപ 5 രൂപ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് കോയിൻ. അപ്പൊ ഞങ്ങള് കൈവച്ചു എന്താ പറയാ, നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഗുഡ് സ്പിരിറ്റ്സ് പ്ലീസ് കം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ സുമതിയുടെ പേര് പറഞ്ഞാൽ മതി. സുമതി പ്ലീസ് കം, സുമതി പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അപ്പൊ ഓക്കെ, നീ വെട്ടോ ഞാൻ തടിയതാ, അങ്ങനെ വെച്ചോ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം 3 വട്ടം വിളിക്കാം. 3 വട്ടം വിളിക്കും കേട്ടോ. നമ്മളെന്തായാലും വിളിച്ച് വരുന്ന പ്രേതങ്ങൾ വരട്ടെ. ഞങ്ങൾ വിളിക്കുകയാണ്. ഓക്കെ, എല്ലാരും കൂടെ ഒരുമിച്ച് അത് വിട്. എല്ലാരും കൂടെ ആരും ചിരിച്ചും കളിച്ച് നിൽക്കരുത്. അപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ട് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഇങ്ങനെ പറഞ്ഞു ഒരുമിച്ച് കണ്ണടയ്ക്കുന്നു. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. എല്ലാരും മനസ്സ് നല്ലോണം ഇതാക്കും. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, 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 ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. കണ്ണടയ്ക്കുന്ന ഇത് കോയിൻ മൂവ് ചെയ്യുന്ന നോക്കാം നമുക്ക്.
മൂവ് ചെയ്യുന്നുണ്ടാടാ ഇങ്ങോട്ട് കാണിച്ചു. കോവയൊന്നും മൂവ് ആവുന്നില്ല. അപ്പോ നമുക്കൊരു മൂവ്മെന്റ് ഇതുവരെ കിട്ടിയില്ല. ഒരു 2 മിനിറ്റ് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും നോക്കാം. വീണ്ടും ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു വട്ടം ട്രൈ ചെയ്യാം. എല്ലാരും മനസ്സിലെ എല്ലാരും കണ്ണം നടച്ച് എല്ലാരും ഒന്ന് ട്രൈ. ഓക്കെ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 കോയിൽ ഇറക്കി തുടർന്നേ ഒരു മയത്തിൽ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കോണ്ടാക്ട് ഏതെങ്കിലും ആത്മാക്കളുടെ കോണ്ടാക്ട് നമുക്ക് കിട്ടിയോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലൈ തരണം. ആരെങ്കിലും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉള്ള ആളുടെ പേര് സുമതിയാണ്. സുമതി ഉണ്ടെങ്കിൽ ഉണ്ടോ കോയിൻ നനച്ച് നമുക്ക് റീപ്ലൈ തരണം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ റീപ്ലൈ തരണം. ആരുമില്ല, ആരും വന്നില്ല കാര്യം. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പായി. ഇതെന്തായാലും നമ്മളിപ്പോ വിളിച്ചിട്ട് നമ്മളെ വിളിച്ചാൽ തെറ്റാണോ ശരിയാണോന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മളെല്ലാം ചെയ്തു നോക്കി, ഇവിടെ ആരെയും കണ്ടില്ല. ഇതുവരെ നമുക്ക് ആരും കോണ്ടാക്ട് കിട്ടിയതുമില്ല. പിന്നെ വേറെ ഇപ്പൊ നമ്മളിത് ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു എനർജി നമ്മൾ എല്ലാവരും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന്. ഇതിപ്പോ എന്തായാലും നമ്മൾ ചെയ്തിട്ട് നമ്മളത് കള്ളത്തരമാണ് അല്ലെങ്കിൽ തെറ്റാണ് ഇതിൽ ആർക്കും വിശ്വാസമില്ല. ഓജോ ബോർഡിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ അതിനെയൊന്നും ആക്ഷേപിക്കുന്നില്ല. നമുക്ക് എന്തായാലും കോണ്ടാക്ട് കിട്ടില്ല, നമുക്ക് എന്തായാലും അത് പറ്റാത്തതായിരിക്കാം. എന്തായാലും നമ്മൾ പോവാണ് ഇനി. കാര്യം ഒരുപാട് സമയം നിൽക്കുന്നില്ല. ബാക്കി നമുക്ക് വണ്ടിക്കകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ ഗൈസ് നമ്മള് ഓജോബോർഡ് നോക്കി തീർന്നിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ. സത്യം പറഞ്ഞ എന്താ പറയാ, ഞങ്ങള് നോക്കി വിളിച്ചു, അവിടെ ആരും വന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഓജോ ബോർഡ് അവിടെ വെച്ചിട്ട് നോക്കി. നമ്മൾ ഭയങ്കര അത്ര ഒരു ഉദ്ദേശം നമുക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനെ വരണം അല്ലെങ്കിൽ നമ്മൾ കാണണം എന്നുള്ളൊരു ഉദ്ദേശം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചില്ല. സ്വാഭാവികമായിട്ടും ഒന്നും സംഭവിക്കണമെന്നില്ല. എങ്കിലും നമ്മളെ ഒരു ഉദ്ദേശം നിങ്ങളെ കാണിക്കുക എന്നുള്ളത് അങ്ങനെ സംഭവം ഇവിടെ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ളിൽ പേടിയുണ്ട്. നമുക്കും ചെറിയ പേടി ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനും, ഈ ഇരുട്ടും പിന്നെ ആ ഹൊററും ചെറിയ മഴയൊക്കെ കൂടെ ഒക്കെ ആയപ്പം ഒരു പേടി. ഇപ്പം നമ്മൾ മാക്സിമം പെട്ടെന്ന് ചെയ്ത് തീർക്കാനാണ് നോക്കിയത്. അതിന് കാരണം വേറെ ഒന്നുമില്ല, അവിടെ ഇരിക്കുന്ന അത്ര സേഫ് അല്ല, കാടാണ്, പിന്നെ മഴയുണ്ട്, പിന്നെ പോലീസ് പെട്രോളിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ രാത്രി അവിടെ പിടിച്ചു പറയും മറ്റൊക്കെ ഉണ്ടെന്ന് പറയാം. അങ്ങനത്തെ കുറെ സംഭവം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരുപാട് സമയം ഇരിക്കാത്ത. പിന്നെ ഇതിൽ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്, നിറം പിടിപ്പിച്ച കഥകൾ മാത്രമാണ്. അതിനകത്ത് അപ്രോട്ട് ഇതിനകത്ത് ഒന്നുമില്ല. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതെ ഇപ്പൊ ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അല്ല എന്നും പറഞ്ഞു ഞങ്ങൾക്ക് പേടിയില്ല, ധൈര്യശാലികളൊന്നല്ല, എല്ലാവർക്കും ഉണ്ട് പേടി. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും പേടിയുണ്ട്. പേടിയില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല, അല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമനും ആയിരിക്കും അയാൾ. അപ്പൊ നമുക്ക് ഈ കാണുന്ന പ്രേതം പോലത്തെ സെറ്റപ്പ് ഒക്കെ ഒരുപാട് ഇതിന്റെ പിറകില് ഒരുപാട് വേറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം അതാണ് ഇവിടെ കുപ്രസിദ്ധി നേടിക്കൊടുക്കാനായിട്ട് ഒന്നാമതായിട്ട് ഉണ്ടായ കാര്യം. ഇപ്പൊ ഇവൻ ഇവിടെ ഉള്ള ഇവൻ ഒരുപാട് കഥ നിനക്ക് ഒരുപാട് കഥകൾ ഇവനറിയാം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിടിച്ചോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അല്ല ഇവിടെ പ്രേതമില്ല, അത് എത്ര 100 പ്ലേസ് എന്ന് പറഞ്ഞാലും ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ കോണ്ടാക്ട് കിട്ടിയില്ല. പിന്നെ ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും നമ്മൾ നല്ലപോലെയല്ല ചെയ്തതെന്നൊക്കെ. എങ്കിലും നമ്മൾ ചെയ്തു. നല്ലതുപോലെയാണോ ചീത്ത പോലെ ആയാലും നമ്മൾ ഈ രാത്രി 12 മണി സമയത്ത് ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ഒന്നും കണ്ടില്ല. എന്തായാലും നമ്മൾ വന്ന് 12:30 ഒക്കെ ആയല്ലേ, ഒരു 12:30 വരെയാണ്. ഇപ്പൊ നമ്മൾ തിരിച്ചിറങ്ങിയാണ്. സമയം കാണിച്ചു കൊടുക്കണ്ട. ഇപ്പൊ 12:36 ആയിട്ടോ ഇപ്പൊ കറക്റ്റ് സമയം. നമ്മള് 12 ആ സമയത്താണ് ചെയ്തത്. ഒരു 10 മിനിറ്റ് ആയിക്കണുള്ളൂ ഇപ്പൊ അവിടെ ഇരുന്ന് ചെയ്തത്. അപ്പം നമുക്ക് എന്തായാലും കോൺടാക്ട് ഒന്നും കിട്ടിയിട്ടില്ല. 15 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഇനിയിപ്പോ എന്തായാലും കഴിഞ്ഞു. എവിടെയുടെ ഓജാബോർഡും ഓജാബോർഡും ചുരുട്ടി ഞങ്ങൾ വെച്ച് ഞങ്ങളെ ഗെയിമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ പോയി ഒരു ചായ കുടിച്ചിട്ട് മാമനെ എന്തോ പറയുന്നു ഇപ്പം സുമതിയെ പറ്റി. യഥാർത്ഥത്തിൽ എന്താണ് കഥ? ഉള്ളതാണോ? കഴുത്തറുത്ത് വന്നു അല്ലേ? ഇത് ഏകദേശം ഒരു 64 വർഷം ആവൂലേ? ഏകദേശം അത്രയാവും. ഓക്കെ. മാമന് കണ്ടോ? അറിയാവോ? എനിക്കറിയാം. ഈ പുള്ളി അറിയാമോ? ഈ കൊന്ന ആളൊക്കെ രത്നാകരല്ലേ? അയാൾ മരിച്ച അയാൾ ജയിൽവാസമെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് സ്റ്റേഷനറി കടയെല്ലാം തുടങ്ങി അതിന് ശേഷമൊക്കെയാണ് മരിക്കുന്നത്. ഈ സംഭവങ്ങൾ ഈ പറയുന്ന കഥകളൊന്നും പിന്നെ ആരെങ്കിലും കണ്ടതായിട്ടൊക്കെ അറിയാവോ? പിന്നീടൊന്നും ആരും കണ്ടത് കഥ മാത്രമല്ലേ, കെട്ടുകഥ. നിങ്ങൾ കണ്ടോ? നമ്മള് ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ ഈ അപ്പം പറഞ്ഞ നമ്മള് വെളിയിലുള്ളവർക്കാണ് ഇതൊക്കെ ഭയങ്കര വലിയ കഥ. ഇവിടെ ഉള്ളവർക്കൊന്നും ഇതൊരു വലിയ സീനൊന്നുമല്ല. അവരിത് എന്നും കണ്ടും കേട്ടും അടുത്ത കഥകളാണ്. ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നവർ റിയലാണ്, അല്ലാതെ ഇതിന്റെ പിറകില് ഉള്ള കുറെ കെട്ടുകഥകൾ മാത്രമാണെന്ന് അവർ പറയുന്നത്. ഇതൊന്നും വലിയ കാര്യമില്ല. സോ ഗൈസ്, അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്.
നമ്മളെല്ലാരും വീട്ടിലോട്ട് പോവാണ്. ഇപ്പൊ ലേറ്റായി, 2-2:30 3 മണി അടുപ്പിച്ച് ചായ മണിക്ക് എത്തിയപ്പോ അവിടെ പോയി ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നു. അവിടെ വേറെ ഒരു സംഭവം ഇല്ല കാണാനായിട്ട്, ഇല്ലേ? എന്താ നിങ്ങളെ എക്സ്പീരിയൻസ്? ഉറക്കം പോയെന്നല്ല, അവിടെ വേറെ ഒന്നുമില്ല. നിങ്ങൾ ആരും ഉറക്കമൊന്നും കളഞ്ഞ അവിടെ പോയി നിൽക്കണ്ട, ഇവിടെ അങ്ങനെ സംഭവമൊന്നുമില്ല. പിന്നെ വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ ഇനിയും വിശ്വസിക്കാം. എന്തായാലും അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെല്ലാം ഇവിടെ പറയണം, എല്ലാവരും വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോകുന്നു. അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ഗൈസ്. ബൈ. സുമതിയായിട്ട് നമ്മളെ കൊണ്ട് ഇവിടെ ഇറങ്ങിച്ചു. സുമതി അയ്യോ 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 അയ്യോ, പാവം പട്ടികള നിൽക്കുന്ന കണ്ടില്ലേ? അവർക്ക് കുറച്ച് കഴിക്കാൻ ഇട്ട് കൊടുക്കാം. നിങ്ങള് പക്കാവടെ നിന്ന് പട്ടിയെ കണ്ടോണ്ടാ? ഇല്ലല്ല, അപ്പൊ നീതിങ്ങടാ ആം തിന്നുന്നല്ലോ. Yeah.